Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഇന്ന് ഞാൻ പോകുന്നത് മുടവൂർ പാറ റോക്കറ്റ് ശിവ ടെമ്പിൾ എന്നുള്ളൊരു സ്ഥലത്താണ്. എൻ്റെ ഇവിടുത്തെ, അതായത് ഇവിടെ കഴക്കൂട്ടത്തു നിന്ന് 15 മിനിറ്റ്സാണ് കാണിക്കുന്നത്. കുറേ നാളായിട്ട് എനിക്ക് ഈ സ്ഥലം അറിയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. പോകണം എന്ന് ഞാൻ പ്ലാൻഡ് ആയിട്ടിരുന്ന സ്ഥലമാണ്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. ഞാൻ കരുതി ഇന്ന് ഇപ്പോൾ എന്തായാലും പോയി. ഞാൻ അതിൽ ഓഫ് എടുത്തു. ഓഫീസ് നാളെ 2 ദിവസം വീക്കെൻഡാണ്. ഞാൻ ഇന്ന് ഓഫ് എടുത്തു. കാരണം കുറേ നാളായിട്ട് ആകെ ഒരു ടയർഡ്നെസ്സും എനിക്ക് അറിഞ്ഞുകൂടാ, ആകെ ഒരു വല്ലായിക. സോ ഐ തോട്ട് ഇന്ന് എന്തായാലും പോവാമെന്ന്. സോ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു പിടിയില്ല എന്താ എങ്ങനെയാണ്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കാട്ട് വഴിയൊക്കെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് വൈകാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദിസ് വീഡിയോ. നമ്മളത് ഇറങ്ങി. നല്ല വെയിലുണ്ട്. സംഭവം 6:30 വരെ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. 6:30 ക്ലോസ് ആവും. അപ്പോൾ ഇപ്പോഴേ ഇറങ്ങിയില്ലെങ്കിൽ അറിയത്തില്ല. ഒന്നാതേ പുതിയൊരു സ്ഥലമാണ്. അപ്പം ഞാൻ യൂഷ്വലി പോയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഐ ഗോ എ ലിറ്റിൽ ബിറ്റ് ഏർലിയർ. അപ്പം നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം. വഴി കുറച്ച് കൺഫ്യൂഷനായിരുന്നു. എനിക്ക് ഒത്തിരി വളവും തിരിവും ഒക്കെ ഉള്ളതുകൊണ്ട് ക്ലാസ് വി ഹാവ് റീച്ച്ഡ് എ ഡെസ്റ്റിനേഷൻ. ഇത് ആക്ച്വലി കുറച്ചൊരു വില്ലേജ് കൈൻഡ് ഓഫ് ഏരിയ ആണ്. പിന്നെ ഞാൻ കരുതിയില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. എന്തായാലും നോക്കാം. പക്ഷേ ഒരു പാതി ദൂരം വരെയും പീപ്പിൾ ആർ നോട്ട് അവെയർ അബൌട്ട് ദിസ് പ്ലേസ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. സോ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറാം. സോ ഇവിടെ രാവിലെ 9:30 മുതൽ 6:30 വരെയാണ് വിസിറ്റിംഗ് ടൈം പറഞ്ഞിട്ടുള്ളത്. മിക്ക സ്ഥലങ്ങളും പോലെയും മൺഡേ ഈസ് ഹോളിഡേ. ഇവിടെ ഒരു ചുമ്മാ ഒരു ID കാണിക്കാൻ പറയുന്നുണ്ട്. ചുമ്മാ കാണിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ വർ ആസ്കിങ് ടു റൈറ്റ് അവർ നെയിം, ഫോൺ നമ്പർ, നമ്മുടെ പ്ലേസൊക്കെ. ബിക്കോസ് ഇതൊരു പാറയാണല്ലോ, ആൾക്കാരെന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടാണ്, ടു ബി ദ സേഫർ സൈഡ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നെയ്യാർ ഡാമിൽ അതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഒരു പാർക്ക് ഏരിയ പോലെ. ടോയ്ലറ്റ് പ്ലേസ് ഇവിടെ ഈ ഒരു വഴി പോലെ. സോ ആക്ച്വലി നല്ല എന്താ പറയാനാണ്, സിറ്റിയിൽ നിന്ന് മാറി ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. കൊള്ളാം. ഇതിവിടെ ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നല്ലതായിരിക്കും. ചക്ക കിടക്കുന്നുണ്ട് ഗൈസ്. നമ്മുടെ പാരൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ വെട്ടിക്കൊണ്ട് പോയത്. ടിപ്പിക്കൽ മല്ലൂസ് എന്നൊക്കെ. സോ ഹിയർ വി ആർ. Under the boughs where the shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales. ഗൂഗിൾ ആക്ച്വലി ഇതിനുള്ളിൽ കൂടെ കയറുന്ന ഓരോരു സ്പോട്ടായിരുന്നു ഈ ഒരു പാത്ത് വേ. പക്ഷേ ഇവരത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാണോ. ഇവിടെ ഒരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ദേ ഡു സംതിങ് ഹിയർ. കാരണം ഈ ഒരു ഏരിയയിൽ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. മേ ബി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും പരിപാടികളൊക്കെ. സ്റ്റേജ് ഓവർ ദേർ. To the open sky,
ആക്ച്വലി ടെമ്പിൾ വഴിയാണ് ഇതുവഴിയുള്ളത്. ഇന്നാണ് എന്തോ ക്ലോസ്ഡ് ആണെന്ന് അവർ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ആയിരിക്കും. ഇന്ന് എന്തോ ക്ലോസ്ഡ് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഇന്നത്തെ തിങ് ഇസ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വഴിയുണ്ട്. സോ നമുക്ക് മേ ബി ഇവിടെ നിന്ന് കവർ ചെയ്ത് പോവാം അല്ലേ. ലെറ്റ്സ് കവർ ദ സൈഡ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റൈറ്റ് എന്തൊക്കെയാണ് ഉള്ളത് നോക്കിയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു ഒരു ബാമ്പൂല് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് ഗുഡ് പ്ലേസ്. We have a cafe here, so people who come from different places, avarku thirukkai it will be good. A lullaby sung to the open sky. Oh, whispering pines, sing me your tune. സോ ഇവിടെയും ഇതുപോലൊരു വാക്ക് വേ പോലെ ഇട്ടിട്ടുണ്ട് അവർ. ആക്ച്വലി എനിക്കിത് മനസ്സിലായെന്ന് വെച്ചാൽ കപ്പിൾസിൻ്റെ ഒരു മെയിൻ ഏരിയ ആണ് കേട്ടോ. ഈവൻ ഫാമിലീസ് ആൾസോ കമ്മിങ്, ബട്ട് ഈവൻ ദോ അവർക്കൊരു പ്രൈവറ്റ് സ്പേസ് പോലെ. സോ എനിവേ എന്തായാലും നല്ല വ്യൂ. വന്ന സമയം ആക്ച്വലി തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് 5:30 അടയ്ക്കുമല്ലോ. 5:30 അടയ്ക്കുമ്പോൾ നമ്മൾ വെയിലില്ലാത്ത സമയം പിന്നെ ഇല്ല, ഈ ഒരൊറ്റ ടൈമേ ഉള്ളൂ നമുക്ക് വരാനായിട്ട്. കുഴപ്പമില്ല, ഇറ്റ്സ് ക്വൈറ്റ് മാനേജബിൾ. പിന്നെ ഇവിടെ കുറച്ചിങ്ങനെ തളരത്തൊക്കെ നമുക്ക് ഇരിക്കാം, ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അതെന്താ നന്നായി, ഈ വെയിലത്ത് നിന്ന് മാറി. പിന്നെ ഒത്തിരി പേരായിട്ട് വരുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഇറ്റ് വിൽ ബി. Stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune. ഇതാ കൊള്ളാം, നല്ല കാറ്റുണ്ട്. ഇപ്പം ഒന്ന് വെയിൽ ഇപ്പതേ ഒന്ന് മാറി, ഇങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കുകയാണ്. ഇറ്റ്സ് നൈസ് പ്ലേസ്. ഇവിടെ എന്തോ ഒരു ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്, എന്തിനാണോ ഐ ഡോണ്ട് നോ. നമ്മളെ തിരിച്ചു കയറുകയാണ്. ഇറങ്ങിയപ്പോൾ സുഖമായിട്ട് ഇറങ്ങി, തിരിച്ചു കയറാനാണ് പാട്. ഇനിവേ കൊള്ളാം, വെയിലെന്നത് ഒഴിച്ച് കൊള്ളാം. സിറ്റിയിൽ നിന്ന് മാറിയ ഒരു ഭാഗം. ആക്ച്വലി കഴുകുന്ന ഭാഗം കാണാൻ തോന്നി ആയിരിക്കും നിൽക്കും. സോ എല്ലാം കവർ ചെയ്തു. സോ സച്ച് എന്താ പറയുക, കൊള്ളാം. അത്യാവശ്യം കുറച്ചുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിലൊരു ഫാക്ടറാണ്. ബട്ട് ഈവൻ ദോ തണലുള്ള ടൈമാണ്, ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. സോ കുറച്ച് നേരം ഇങ്ങനെ വന്നിരിക്കാനൊക്കെ കൊള്ളാം. ആൻഡ് ഐ ക്യാൻ ഏബിൾ ടു സീ ദറ്റ് ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ പോലെ, ലൈക്ക് കുറേ പിള്ളേർ ഇങ്ങനെ ഇരുന്ന് കാർഡ്സൊക്കെ കളിക്കുന്നത്, യൂനോ അതൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ കൊള്ളാം, ഇങ്ങനെ ഒരു ദിവസം സിറ്റിയിൽ നിന്ന് മാറി വന്ന് സ്പെൻഡ് ചെയ്യാൻ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. അതെല്ലാം കൊള്ളാം. തണലുള്ള സ്ഥലങ്ങളിൽ കൊള്ളാം, ബിക്കോസ് നല്ല കാറ്റുണ്ട്. വെയിൽ മാത്രമാണ് ഒരു വിഷയം. നൈസ്. സോ നമുക്കിപ്പോൾ ഇന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇറ്റ്സ് ക്ലോസ്ഡ് എന്നാണ് ആ ഒരു വഴി. ഇല്ലെങ്കിൽ വി ക്യാൻ ഏബിൾ ടു ഗോ ത്രൂ ദാറ്റ് വേ. ഇത് പറ്റാത്തത് കൊണ്ട് നമുക്ക് വേറെ വഴി കൂടെ വേണം ഒരു ശിവ ടെമ്പിളിലോട്ട് എത്താൻ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കയറി വരായിരുന്നു. ബട്ട് ഇത് ക്ലോസ്ഡ് ആണ്, ഇന്ന് ക്ലോസ്ഡ് ആണ് എന്നാണ് അറിഞ്ഞത്. സോ നമുക്ക് കുഴപ്പമില്ല, വി ഹാവ് അനദർ വേ ടു ഗോ ദെയർ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷേ ഭയങ്കര നേരത്തെയാണ്, 5-5:30 ആവും എന്നാണ് പറയുന്നത്. 4:30 ആയിട്ടേ ഉള്ളൂ.
1 മണിക്കൂറുണ്ട്. സോ അടുത്തൊന്നും വേറെ സ്ഥലവും ഇല്ല. തിരിച്ചിനി ഇപ്പം അങ്ങോട്ട് മറ്റേ പാറയുടെ ഇവിടെ പോകാനും വയ്യ. നോക്കാം, എന്തായാലും നല്ല സ്പേസ് ആണെന്ന് തോന്നുന്നു. ഫുള്ള് ഈ പാറ കൊണ്ട് തന്നെ ക്രേവ് ചെയ്താണ് അവർ വെച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ക്യൂരിയോസിറ്റി ഉണ്ട് കാണണമെന്ന്, നിങ്ങളെ കാണിക്കണമെന്ന്. കണ്ടോ, ഇറ്റ്സ് നൈസ്. ഒത്തിരി നല്ല മേളിലോട്ടുണ്ട് കേട്ടോ അമ്പലം. കാരണം മേളിൽ നമ്മൾ ആ കണ്ട ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു ടണൽ പോലെ നമ്മൾ കണ്ടില്ലേ, അതുവഴി ഇറങ്ങുന്നത് ഇതിലോട്ടാണ്. അപ്പോൾ ഉറപ്പായിട്ട് നല്ല ഹൈറ്റിൽ തന്നെ അത് കാണും. പക്ഷേ ഇത് ലോക്ക്ഡാണ്. നോക്കാം. സോ ഗൈസ്, ഇതിൻ്റെ സംഭവം പറയുന്നതെന്ന് വെച്ചാൽ ഈ അമ്പലം വന്നൊരു ഗുഹാക്ഷേത്രമാണ്. മഹാദേവൻ്റെ, ശിവൻ്റെ ഗുഹാക്ഷേത്രമാണ്. പുരാവസ്തു സ്മാരകവും സംരക്ഷിത പ്രദേശവും. ഈ ഒരു മുടവൂർപ്പാറ അല്ല, എൻ്റെ മിസ്റ്റേക്കാണ്, മടവൂർപ്പാറയാണ്. ഈ ഒരു മടവൂർപ്പാറ പ്രാചീന ഗുഹാക്ഷേത്രം കേരള സർക്കാരിൻ്റെ സംസ്ഥാന പുരാവസ്തു വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണത്. കുറേ നേരമായിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് ഗൈസ്, ആരും വരുന്നില്ല തുറക്കാൻ. പ്രതീക്ഷ കൈവിടുന്നില്ല, എപ്പോഴും തുറക്കും അല്ലേ. ഇത്രയും വന്ന സ്ഥിതിക്ക് നമ്മളിത് കാണാതെ പോകുന്നത് എങ്ങനെ? ലെറ്റ്സ് സീ. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിൻ്റെ അവസാനം ആൾ വന്നു, ഗേറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഒത്തിരി പടികൾ കാണാം. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ശിവരാത്രിക്കൊക്കെ, ശിവൻ ടെമ്പിളാണല്ലോ, ശിവരാത്രിക്കൊക്കെ നല്ല രസമായിരിക്കും ഇവിടെ. ഉറപ്പായിട്ട് ഇമാജിൻ ചെയ്യാം ഈ പടികളിലൊക്കെ ലൈറ്റൊക്കെ കത്തിച്ച്, വിളക്കൊക്കെ കത്തിച്ച് നിൽക്കുന്നത് കാണാൻ ശരിക്കും ഭംഗി തന്നെയാണല്ലേ. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories. അപ്പോൾ ഇനി നമ്മൾ ഇത് സത്യാനന്ദ സരസ്വതി എന്ന് പറയുന്ന സ്വാമികളുടെ അമ്പലമായിട്ടാണ്. അതായത് അവരാണ് ഇത് ആദ്യം അറിഞ്ഞത് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പ്രതിഷ്ഠ മഹാദേവനാണ് മെയിനായിട്ട്, പിന്നെ ഗണപതിയും ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവരുടെ തന്നെ ഒരു ശ്രീരാമ ആശ്രമവും ഈ സത്യാനന്ദ സരസ്വതിയുടെ ഒരു ആശ്രമവും കൂടെ വരുന്നുണ്ട്. നമുക്ക് അതും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വ്ലോഗ് അവസാനിപ്പിക്കാം. നമ്മൾ ആ ഒരു ആശ്രമത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അവർ തുറന്നു പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അധികം ആരും പോകാറില്ല എന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ഇതിപ്പോൾ ഞാൻ പോയത് കൊണ്ട് എൻ്റെ ക്യൂരിയോസിറ്റി കണ്ടിട്ട് ഇനി അവരെനിക്ക് പറഞ്ഞു തന്നോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല കാട് പിടിച്ച് കിടപ്പുണ്ട്. ലെറ്റ്സ് സീ. ഗൈസ്, ഇതാണ് അവർ പറഞ്ഞത്. സംഭവം പണി നടക്കുവാണ്. സോ ഗുഡ് കേട്ടോ. ഇത് പണി കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും. അത് മാത്രം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നടുക്കൂടെ ചാനൽ പോലെ എന്തോ പോകുന്നുണ്ട് കേട്ടോ. ഓ സൂപ്പർ. സംഭവം മൊത്തം ഇപ്പോൾ പണി നടക്കുവാണ്. നമ്മളെ ക്യൂരിയോസിറ്റി കണ്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു തന്നതാണ്.
അടിപൊളിയാണ് കേട്ടോ. ഇത് എന്തായാലും എല്ലാവരും ഒന്ന് വന്ന് നോക്കണം പണി കഴിഞ്ഞിട്ട്. കാരണം അത്ര നല്ല രീതിക്കാണ് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു കാം, ഒരു പീസ്ഫുൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗുഡ്. ഇത് പണി കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. എനിവേ വന്ന് നോക്കണം. നമ്മുടെ മടവൂർ പാറ ആ ടെമ്പിളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്, വളരെ അടുത്താണ്. എല്ലാം അടുത്തടുത്താണ് കേട്ടോ. മടവൂർ പാറ ഒരു മലയാണെങ്കിലും ഈ ഒരു ആശ്രമം എല്ലാം അവരുടെയൊക്കെ കണക്റ്റഡാണ്. പറഞ്ഞല്ലോ സത്യാനന്ദ സരസ്വതികൾ അവരുടേതാണ്. ഭയങ്കര ഒരു കാമായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെ ഒരു പാലം പോലെ എന്തോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പണി നടക്കുവാണ്. നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ ഈ അത്യാവശ്യം സേഫായിട്ടുള്ളത് നടക്കുന്നതാണ് നല്ലത്. ബിക്കോസ് പണി നടക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആളും അഞ്ചാതിയൊന്നും ഉള്ള ലക്ഷണമില്ല. സോ ഗുഡ് ഗൈസ്. ശരിക്കും നമ്മളെ ഉടുപ്പി ഇസ്കോൺ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സ്പേസിൽ നമ്മൾ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് ശരിക്കും. പണി കഴിയുമ്പോൾ ഓഫ്കോഴ്സ് ഇത് ഭയങ്കര ഒരു അടിപൊളി ഒരു എൻവയോൺമെൻ്റ് ഒരു പ്ലേസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതാണ് എൻട്രൻസ് ഗൈസ്. ഇതുവഴിയാണ് എൻട്രൻസ്. ഇവരുടെ ഒരു സ്റ്റേജ് പോലെ മേ ബി മണ്ഡപം പോലെ എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അവരിങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ എൻട്രൻസ് വരുന്നത്. അമ്പലമല്ല, ആശ്രമമാണ്. പോയി നോക്കാം. ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഫീലാണ്. ഇനി ഇവിടെയൊക്കെ വെള്ളം വരും, മൊത്തം പണി നടക്കുവാണല്ലോ. സോ ഗുഡ്. ഞാൻ ശരിക്കും വെയിറ്റ് ചെയ്യുന്നൊരു സ്പേസാണ് കേട്ടോ ഇത്. ഉണർന്നം ഒരു വിശേഷ ദിവസമാണ്, കേട്ട ഒരു വിശേഷ ദിവസമാണ്. പിന്നെ എല്ലാ മാസത്തിലും ഈ തൃക്കേട്ട എന്ന് പറയുന്ന നാളിനെ ഗുരുനാഥൻ്റെ നാളാണ്. അന്ന് വിശേഷ ദിവസമാണ്. ഉണർന്നം സ്വാമിജിയുടെ സത്യാനന്ദ സരസ്വതിയുടെ നാളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നും ഇതുണ്ട്. പിന്നെ ഇന്നും വിശേഷ ദിവസമായിരുന്നു. കാരണം ഗുരു പൂർണിമ. അതെ അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഗുരു പൂർണിമ മന്ത്രദീക്ഷ എടുത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടെ കൂടിയാണ് നമ്മളിവിടെ ഹോമം, മന്ത്രദീക്ഷ എടുത്ത ആൾക്കാർ ഹോമം നമ്മൾ. അതായിരുന്നു ഇന്നത്തെ ചടങ്ങ്. അതാണ് ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു പൂർണിമ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു അതാണ് ഇന്നത്തെ വിശേഷം. അങ്ങനെ ഇതുപോലെ ആയിരിക്കും അല്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോയിൽ കാണുന്ന പോലെ, ഈ ഫോട്ടോ കാണുന്ന പോലെ അല്ലേ? അത് തന്നെ ഇതുപോലെയാണെന്നല്ലേ? ജ്യോതിഷം ഇവിടെ ശാസ്ത്രകോടി നടന്നത്. ശാസ്ത്രകോടി നടന്ന സമയത്ത് അന്ന് ഇതൊന്നും ഇല്ല, വെറും മരുഭൂമിയായിട്ട് ഇത് കെട്ടിയിട്ടിരുന്ന സമയത്താണ്. അപ്പം ദേവി വന്ന് പ്രത്യക്ഷപ്പെട്ട 3 പ്രാവശ്യം ഇങ്ങനെ മെഴുകുന്ന വന്നിങ്ങനെ പക്ഷെ ഭൂമിയിലാണ്. അതായത് ഒരു ഗോളം പോയി. അപ്പം ബോംബാന്ന് ചെല്ലത് ഇരുന്നിട്ട് ഓടാൻ വരെ സാമി പറഞ്ഞു. അവിടെ ഇരുന്നു, ഒന്നും പേടിക്കണ്ട, എല്ലാവരും ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിയായിരുന്നു പറയുന്നത്. അവസാനം ദേവി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന രൂപമായിട്ട് മാറി ആൾക്കാരുണ്ട് ഇവിടെ. എങ്ങനെയാണ്? അപ്പോൾ അവിടെ ഇത് പലത് തീർക്കണം. അതിന് വേണ്ടി അത് കണ്ടു. ഇനി നമുക്ക് ശ്രീരാം ആശ്രമം കൂടെ കണ്ടിട്ട് നമുക്ക് ഈ വ്ളോഗ് അവസാനിപ്പിക്കാം. ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. നന്നായി. കാരണം ആ പുള്ളി എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ടാണ് എനിക്കിത് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ അധികം ആർക്കും അറിയത്തില്ല ഈ സ്ഥലങ്ങളൊന്നും. എന്തായാലും താങ്ക്സ് ടു ഹിം. പുള്ളിയാണല്ലോ പറഞ്ഞു തന്നത്. അവർ പറഞ്ഞ ശ്രീരാം ആശ്രമം സമാധിയായിരുന്നു അല്ലേ? ഗുരുനാഥനാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങളും ചെയ്ത് ഇത്രയാക്കി. ഇവിടെ തന്നെ സമാധിയായി. അത് കഴിഞ്ഞാണ് ഇതൊക്കെ വന്നത്. ഓക്കെ ഓക്കെ. അപ്പുറത്താരാണെന്നോ? ഇത് ഗണപതി. ഓക്കെ. വീടല്ലേ?
അത് കണ്ട് ഇറങ്ങി. അവിടുത്തെ സ്വാമികളെയും കണ്ടു, ഇപ്പോൾ കറൻ്റ്ലി അവിടെ ഉള്ള ആളെയും കണ്ടു. ആൾക്കാരൊക്കെ ഭയങ്കര ലവബിളാണ് കേട്ടോ. അവർ ആശ്രമത്തിൽ വന്നതിൻ്റെ ഒരു സ്നേഹമൊക്കെ ആയിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇതുപോലെ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ അവർക്ക് ആശ്രമം പോലെ എന്തോ ഒന്നുണ്ട്, അതായത് ആൾക്കാരൊക്കെ ഉള്ള ഒരു പ്ലേസ് ഉണ്ട്. പുള്ളിക്കാരത്തെ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞ് ഇവിടുത്തെ ഇത് അധികം ആരും അറിയാത്തത് കൊണ്ടാണോ ആവോ, നമ്മളിങ്ങനെ തേടി പിടിച്ചൊക്കെ വരുമ്പോൾ അവർക്ക് സന്തോഷമാണ് നമ്മൾ അറിഞ്ഞു വരുന്നതൊക്കെ. ആൾക്കാരൊക്കെ നിൽക്കുന്ന ആശ്രമത്തിലോട്ടാണ്. ഇവിടെ ആശ്രമം ആൾക്കാർ താമസിക്കും. പിന്നെ സ്കൂളോ ഈ സ്വാമിജിയുടെ തന്നെ? 100% വിജയം. നേഴ്സറി മുതൽ പ്ലസ് ടു വരെ കുട്ടികളുണ്ട്. ഇവിടെ കൂടിയുള്ളത് തന്നെയാണ്. ഓക്കെ. എത്ര ക്ലാസ് തൊട്ട്? CBSE എത്ര ക്ലാസ് വരെ ഉണ്ടോ? നേഴ്സറി മുതലുണ്ട് ഇവിടെ, പ്ലസ് ടു വരെ ഉണ്ട്. ഓ, ആണല്ലേ? ഓ, ഓക്കെ. നമ്മുടെ ഇവിടെ താമസിക്കുന്നൊക്കെ ആരൊക്കെയാണമ്മ? അതായത് ആശ്രമവാസികൾ തന്നെയാണോ അതോ എങ്ങനെയാണ് താമസിക്കുന്നത്? അങ്ങനെയുള്ളവരുണ്ട്. അപ്പം നമ്മൾ കണ്ടില്ലേ, അത് ആശ്രമവാസിയായിട്ട് ഇവിടെ താമസിക്കുന്നത്. ഇരിക്കുന്ന ചേട്ടൻ? ആ ചേട്ടനല്ല, നമ്മള് ഒരു സ്ത്രീയെ കണ്ടില്ലേ കേട്ടുന്നു, പുള്ളിക്കാരത്തി ഇവിടെ താമസിക്കുന്നു. ഇവിടെയോ? പിന്നെ വേറൊരു ഉണ്ട്. അപ്പൊ ബന്ധുക്കാർ കുടുംബത്തോടെ നിൽക്കുന്നവരല്ലേ? അല്ല, കുടുംബത്തോടെ. ഓ, അനാഥരായിട്ട് ആരും ഇല്ല? അല്ല, പക്ഷെ അവരുടെ കുടുംബം അവര് ഉപേക്ഷിച്ച് ഈ ഒരു ഇതിലോട്ട് വരുന്നത്, സന്യാസം പോലെ സ്വീകരിച്ച് വരുന്നവര്. അപ്പൊ ഈ കുട്ടികളൊക്കെ അവരവരുടെ വഴിക്ക്. ഇപ്പൊ ഞാൻ അപ്പൊ ആ കുട്ടി ഒറ്റയ്ക്ക് വന്നതാണോ? വന്ന കുട്ടി? അത് എന്റെ മക്കൾ. അയ്യോ, ആണോ? ഓക്കെ. അമ്മയുടെ കൂടെ വന്നതാണോ കുട്ടിനെ? ഓക്കെ ഓക്കെ. അല്ലാതെ ഇതുപോലെ സന്യാസ ജീവിതം സ്വീകരിക്കാൻ വേണ്ടിട്ട് ഒരു ഉപേക്ഷിച്ചെല്ലാം? വണ്ടി ഓടിക്കുന്ന ഒരു കൊച്ചനുണ്ട്, അത് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ താമസിക്കുന്നു. അങ്ങനെ ഞാൻ എത്തി. സത്യം പറയാലോ, വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ ആശ്രമവും അവിടുത്തെ ലൈഫും കാര്യങ്ങളും കാണിച്ചു എന്നൊന്നും കരുതി ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ബിലീഫാണ്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് പീപ്പിൾ ഹാവ് ടു ലിവ് ദർ ലൈഫ് അവരുടെ ഇഷ്ടമുള്ള പോലെ. സോ ദേ ഹാവ് ടു ലിവ് ദർ ലൈഫ്. അത് അവർക്ക് എങ്ങനെ വേണം ജീവിക്കാം. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്തത് വരെയും ഒരു പ്രശ്നമില്ല അതിൽ. സോ ഞാനിങ്ങനെ തേടി പിടിച്ച് പോയി ഇത്രയും എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ സ്ഥലത്തുണ്ട്, ലൈക്ക് പ്ലേസസ് ആർ ദെയർ എന്ന് എനിക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞു. സോ അവിടുത്തെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇന്നത്തെ ഈ ട്രിപ്പ് ഇതിൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എന്തു പറയാനാണ്, വളരെ വ്യത്യാസമായ ജീവിതം തന്നെയാണ്. നമുക്കറിയാം ആശ്രമം ലൈഫ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ ഞാൻ യോഗ ചെയ്യുന്നത്, ഞാൻ യോഗ പഠിച്ചത് ശിവാനന്ദ ആശ്രമം നെയ്യാർഡാമിലാണ്. സോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെയൊന്നും അല്ല ഇവിടെ. അവിടെ ഫുൾ ഫോറിനേഴ്സാണ്. പഠിക്കാൻ വരുന്നവരാണെങ്കിലും പഠിപ്പിക്കുന്നവരാണെങ്കിലും എല്ലാം ഫോറിനേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആശ്രമം ലൈഫുണ്ട് ഇവിടെ. ഫുൾ അവരവരുടെ ലൈഫ്, അവരുടെ കുടുംബങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം സ്വീകരിച്ച് വരുന്നവരാണ്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. ചിലർക്ക് ഓക്കെ ആയിരിക്കും, പക്ഷേ ഞാൻ ഭയങ്കര ഓഫായതുപോലെ അവിടെ പോയപ്പോൾ. ബട്ട് ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണല്ലോ. എന്തായാലും എനിക്കിതൊക്കെ കാണിച്ചു തരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എനിവേ, ദിസ് ഇസ് ദ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.